കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? തെച്ചിമലക്കാട്ടിൽ താമസിച്ചിരുന്ന ആമച്ചേട്ടനും അണ്ണാറക്കണ്ണനും കസ്തൂരി മാമ്പഴം പഴുത്തതറിഞ്ഞ് മാമ്പഴം കഴിക്കാനായി കസ്തൂരി മാവിന്റെ ചുവട്ടിലേക്ക് യാത്രയായി. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. പാട്ടൊക്കെ പാടി കാഴ്ചകളൊക്കെ കണ്ട് അവർ മാവിൻ ചുവട്ടിലെത്തി. രണ്ടുപേരും വയറ് നിറയെ മാമ്പഴം കഴിച്ചു. വയറു വന്നങ്ങ് വീർത്തു. രണ്ടുപേർക്കും നടക്കാനേ വയ്യ. അല്പനേരം വിശ്രമിക്കാം എന്ന് കരുതി രണ്ടുപേരും അടുത്തു തന്നെ കണ്ട ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി. അവിടെ അങ്ങനെ ഇരുന്നു. ആമച്ചേട്ടൻ മരത്തിൽ ചാരിയാണ് ഇരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും നല്ല ഉറക്കം വന്നു. അവർ കണ്ണടച്ച് സുഖമായിരുന്ന് അങ്ങ് ഉറങ്ങി. പെട്ടെന്ന് ആമച്ചേട്ടൻ വലിയൊരു കൂർക്കമ്പലിയോടെ മരത്തിന്റെ ചുവട്ടിലേക്ക് മറിഞ്ഞു വീണു. ആമച്ചേട്ടന്റെ പുറന്തോട് തട്ടി ആ മരത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് പൊട്ടി തകർന്നു. തേനീച്ചകൾ ദേഷ്യത്തോടെ കൂട്ടമായി പുറത്തേക്ക് പറന്നു വന്ന് പറഞ്ഞു, ആരാണ് ഞങ്ങളുടെ കൂട് തകർത്തത്? ആരാണെന്ന് ശരിയാക്കി തരാൻ ഞാൻ എല്ലാത്തിനും. ആമച്ചേട്ടൻ സൂത്രത്തിൽ ഇഴഞ്ഞു നീങ്ങി പുൽച്ചെടികൾക്കിടയിൽ ഒളിച്ചു. അണ്ണാറക്കണ്ണനാണ് കൂട് പൊട്ടിച്ചതെന്നോർത്ത് തേനീച്ചക്കൂട്ടം അണ്ണാറക്കണ്ണനെ ഓടിച്ചിട്ടു. അതിന്റെ കൊമ്പുകൾ കൊണ്ട് ആ പാവം അണ്ണാറക്കണ്ണനെ കുത്താൻ തുടങ്ങി. അണ്ണാറക്കണ്ണൻ വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിന്റെ മുകളിലിരുന്ന കുരങ്ങച്ചൻ വിളിച്ചു പറഞ്ഞു, ഡാ സൂത്രക്കാരാ, നീയല്ലേടാ തേനീച്ചക്കൂട് പൊളിച്ചത്? എന്നിട്ട് ഒളിച്ചിരിക്കുകയാണല്ലേ? ദേ നോക്ക്, അവന്മാരാ പാവം അണ്ണാറക്കണ്ണനെ ഓടിച്ചിട്ട് കുത്തുന്നത് കണ്ടോ? ഇത് കേട്ടു വന്ന മുയലച്ചൻ പറഞ്ഞു, ആമച്ചേട്ടന് കുറ്റബോധം തോന്നി. താൻ കാരണം അണ്ണാറക്കണ്ണന് തേനീച്ചകളുടെ കുത്തേറ്റില്ലേ? പാവം, അവന്റെ ദേഹമൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. അവൻ വേഗം തന്നെ മുയലച്ചനുമായി ചെന്ന് തേനീച്ചകളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. തേനീച്ചകൾക്ക് സങ്കടമായി. ഒരു തെറ്റും ചെയ്യാത്ത അണ്ണാറക്കണ്ണനെയാണല്ലോ ഉപദ്രവിച്ചത്. അവർ വേഗം ചെന്ന് അണ്ണാറക്കണ്ണനോട് മാപ്പ് പറഞ്ഞു. തിരിച്ച് കസ്തൂരി മാവിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തേനീച്ചകൾക്ക് പുതിയൊരു കൂടും പണിത് നൽകി. അങ്ങനെ ആ കാട്ടിൽ വീണ്ടും എല്ലാവരും കൂടി സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, നമ്മളെല്ലാം മനുഷ്യരാണ്. തെറ്റുകൾ പറ്റുക എന്നത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ നാം അത് മറച്ചു വെച്ച് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് ചാരി രക്ഷപ്പെടുന്ന ശീലം ഒരിക്കലും നല്ലതല്ല കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.